സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു KST ഗെയിമിംഗ് വേൾഡ്. ഞാൻ ടൈറ്റൻ MC-യിലാണ് നിൽക്കുന്നത്. പിന്നെന്താ, അതേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നല്ല രീതിക്ക് ഇതുണ്ട്, പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുന്നൊരു ബ്രീഡർ പണിയണം. ബേസ് വെക്കണം ഇപ്പോഴല്ല, കാരണം കുറച്ച് റിസോഴ്സൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡയമണ്ടൊക്കെ ആക്കിയിട്ട് ഇത് പണിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എളുപ്പം എന്നാന്ന് വെച്ചാൽ ഈ മൈനിങ് ഭയങ്കര പണിയല്ലേ, അപ്പോൾ വില്ലേജേഴ്സിൻ്റെ തന്നെ മേടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിക്കപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്, വില്ലേജറിൻ്റെ മേടിക്കലാണ് പരിപാടി. പിന്നെ ഇപ്പോൾ ബ്രീഡർ പണിയും, പറ്റുവാണെങ്കിൽ ഒന്ന് അയൺ ഫാർമും കൂടെ പണിയണം. പിന്നെ ഈ ബ്രീഡർ അയൺ ഫാർമൊക്കെ പണിയുന്നത് ഞാൻ അധികം കാണിക്കാൻ നിൽക്കുന്നില്ല, കാരണം സെർവറാണ്, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക്. ഞാൻ പിന്നെ വൈഫൈയിലൊന്നുമല്ല കളിക്കുന്നത്, നെറ്റിലാണ് കളിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാഗില്ല ബട്ട് പിങ്ങുണ്ട്. ഇങ്ങനെ ബ്ലോക്കൊക്കെ മൈൻ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് മൈൻ ചെയ്ത് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, കണ്ട തുറന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ്, ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഓപ്പണായി കിട്ടുന്നത് തന്നെ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനതൊന്ന് പണിത് തീർത്തിട്ട് കേട്ടോ, കുറച്ച് സാധനങ്ങളും കളക്ട് ചെയ്യണം. കണ്ടോ, ഇതുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ബ്രീഡർ പണിത് തീർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനതങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വലിയ പണിയില്ലായിരുന്നു, എനിക്ക് ലീഡ് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ വർക്ക് സ്റ്റേഷൻ വെച്ച് കൊണ്ടുവരുവാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു പങ്കാളിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ടീംമേറ്റിൻ്റെയും കൂടെ കിട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ അനിയൻ തന്നെയാണ്. ചെക്കൻ ഇവിടെ നിന്ന് പണിയെടുത്തോളും, അവനങ്ങനെ ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ കയറണമെങ്കിൽ ഞാൻ ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. പിന്നെ ഒരു ബ്രോ എൻ്റെ ഇടയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനതിപ്പോഴും ശ്രദ്ധിച്ചത്, കയറാൻ പറ്റുന്നില്ല എന്ന്. അത് അനൗൺസ്മെൻറ്റിൽ നോക്കിയാൽ മതി, ചിലപ്പോൾ IP കാര്യങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഇതുണ്ട്. പിന്നെ ചില സമയം സെർവർ ഓഫ്ലൈൻ ആയിരിക്കും, എന്തെങ്കിലും അപ്ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് നേരെയാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ജാവയും ബെഡ്റോക്കും കൂടി ആയതുകൊണ്ടുള്ള കുറച്ച് ഇതും കൂടി ഉണ്ടാവും. അത് കാര്യമാക്കണ്ട, കയറാൻ പറ്റും. നിങ്ങൾ IP അഡ്രസ്, IP-യും പോർട്ടൊക്കെ നേരെ നോക്കി ആക്കിയാൽ കയറാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ലെറ്റർ തന്നെ മാറിപ്പോയാൽ പോയില്ലേ, കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോക്കി അടിച്ചാൽ മതി, അപ്പോൾ കയറാൻ പറ്റും. പിന്നെ ഇവിടെ ഇവന്മാർ വന്നിട്ടുണ്ട്. ഞാൻ ഇനി അയൺ ഫാർം ആക്കിയിട്ട് കാണിക്കാം ഗൈസ്, കാരണം ഇത് ആക്കുന്ന കുറച്ച് എനിക്ക് ജാവയിൽ ഒന്നാമത് പണിയാൻ അറിഞ്ഞുകൂടാ. ട്യൂട്ടോറിയൽ വീഡിയോ നോക്കിയിട്ട് വേണം പണിയാൻ. ഇപ്പം ഞാൻ വരുന്നു ഗൈസ്, ഞാനങ്ങനെ അയൺ ഫാർം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു അബദ്ധം പറ്റി, ഞാനിത് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് ലാഗായിരുന്നു. ലാഗ് മീൻസ് ഞാൻ ഒരു ഇടയ്ക്കിടയ്ക്ക് സെർവറിൽ നിന്ന് കിറ്റായിരുന്നു. പിന്നെ ഫാർമ് കിടിലം വർക്കിംഗ് ആണ്. ഞാൻ അടുത്ത എപ്പിസോഡ് തൊട്ട് നല്ല വൃത്തിക്കെടുക്കാൻ നോക്കാം. പിന്നെ എന്താ പറ്റിയെന്നറിയില്ല, അനിയനങ്ങ് ഇറങ്ങിപ്പോയി. അവനും ഉണ്ടായിരുന്നു ഇത് പണിയാൻ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇത് പണിതത്. പെട്ടെന്ന് തന്നെ തീർന്നു. ചെറിയൊരു പണി കിട്ടി, അതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്താമെന്ന് വിചാരിച്ചു. ഇതുവരെയായിരുന്നു ഇന്നത്തെ വീഡിയോ, ഒന്ന് ക്ഷമിക്കണം ഗൈസ്, കാരണം അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ ക്ലിയർ ആക്കി വെക്കാം. അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ ബിൽഡിൻ്റെ പരിപാടിയിലേക്കായിരിക്കും. വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ചെയ്തോളാം, ഞാൻ അവനും കൂടെ. ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം. ചെറിയൊരു അബദ്ധം പറ്റി, അതാ പറ്റിപ്പോയെ. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആയിരിക്കും, അധികമൊന്നും കാണത്തില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട്, ഇപ്പോൾ സെർവറിൽ 3 പേരുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ഗൈസ്. പിന്നെ ഈ ഷെയ്ഡർ എങ്ങനെയുണ്ടെന്നും ഇതിട്ട് കളിക്കണോ വേണ്ടയോ എന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇടത്തില്ല, വേണമെന്ന് പറഞ്ഞാൽ ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.